ജിം, നീ നല്ല കുട്ടിയാണെന്ന് അറിയാവുന്നത് കൊണ്ടല്ലേ ടീച്ചർ നിനക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്? ഇല്ല, എനിക്ക് ആ ടീച്ചറിന് ഇഷ്ടമല്ല. എനിക്ക് തോന്നുന്നു ടീച്ചർ പറയുന്നതെല്ലാം പൊട്ടത്തരമാണെന്ന്. ഹലോ കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഗുഡ് ഈവനിങ് അങ്കിൾ. ഫ്രാൻസിസ്. ഓ, ഞാൻ വരാമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞു അല്ലേ? ഓ, അതൊന്നും പ്രശ്നമില്ല അങ്കിൾ ഫ്രാൻസിസ്. ഞാൻ നിങ്ങളെ വീട്ടിൽ കൊണ്ടാക്കാം. വാ, കാർ അവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്കിൾ ഫ്രാൻസിസ്, എനിക്ക് ആലിസ് ടീച്ചറിന് ഇഷ്ടമല്ല. ഞാൻ അവനെ മനസ്സിലാക്കുകയായിരുന്നു. ആലീസ് ടീച്ചർ നല്ല കാര്യങ്ങളല്ലേ പറഞ്ഞു തരുന്നതെന്ന്. ഒരു പൊട്ട വ്യക്തിക്ക് നല്ല കാര്യങ്ങളൊന്നും പറയാൻ സാധിക്കില്ല. ടീച്ചർ അങ്ങനെയൊന്നുമല്ല ജിം. ജിം, എന്താണ് പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആലീസ് മിസ്സിനെ എനിക്ക് നന്നായി അറിയാം. അവരെപ്പോഴും കുട്ടികളെ സഹായിക്കാറല്ലേ ഉള്ളൂ. പക്ഷേ എന്റെ കൂട്ടുകാർ പറഞ്ഞല്ലോ ആലിസ് ടീച്ചർ നല്ലതല്ലെന്ന്. ഓ, നിന്റെ കൂട്ടുകാർ പറഞ്ഞതുകൊണ്ടാണോ നീ മിസ്സിനെ ഇഷ്ടപ്പെടാത്തത്? ജിം, ഒരാളെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കാതെ മുൻവിധിയോടെ പെരുമാറുന്നതും സംസാരിക്കുന്നതും എത്രമാത്രം മോശമാണെന്ന് നിനക്കറിയാമോ? ഞാൻ മനസ്സിലാക്കുന്നു അങ്കിൾ ഫ്രാൻസിസ്. ഞാൻ ശ്രമിച്ചു നോക്കാം. വളരെ നല്ലത് ജിം, ഞാൻ നിന്നെ ഓർത്ത് അഭിമാനിക്കുന്നു. ഇന്ന് വൈകുന്നേരം ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരാം. നഥാനിയേൽ എന്ന് വിളിക്കപ്പെടുന്ന സെന്റ് ബെർത്തലോമിയോയുടെ സുന്ദരമായ കഥ. പറഞ്ഞോളൂ അങ്കിൾ. യേശുവിന്റെ ശിഷ്യനായ ബെർത്തലോമിയോ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നഥാനിയേൽ എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നത് ബെർത്തലോമിയോ മിശിഹായെ വളരെ കാലമായി അന്വേഷിച്ചു കൊണ്ടിരുന്നു എന്നാണ്. എന്നിരുന്നാലും അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ വേദഗ്രന്ഥങ്ങൾ സ്വായത്തമാക്കിയിരുന്നു. ഇത് കഴിക്കൂ. ഇത് എവിടെ നിന്നുള്ളതാണ്? ഈ തേനോ? നീ ആദ്യം ഇത് കഴിക്ക്, എന്നിട്ട് ഞാൻ പറയാം. ഇനി പറയാം, ഈ തേൻ നസ്രയത്തിൽ നിന്നാണ്. നീ ഒരു ഭയങ്കരനാണ്. നിനക്കെന്തുകൊണ്ടാണ് നസ്രയത്തിലെ എന്തിനോടും ഒരു മുൻവിധി? എനിക്കറിയില്ല ഫിലിപ്പ്. ഞങ്ങളുടെ പൂർവികർ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ മുൻവിധി കൊണ്ടെനിക്ക് വന്നതാവാം. ഏതായാലും നസ്രയത്തിൽ നിന്നുള്ള ആ തേൻ നല്ലതാണെന്നെങ്കിലും നീ സമ്മതിക്കുമോ? ഹേയ് ഫിലിപ്പ്, എൻ്റെ മാതാപിതാക്കൾ സത്യമല്ലേ എന്നെ പഠിപ്പിക്കൂ. സമ്മതിക്കുന്നു, തേൻ നല്ലത് തന്നെ. പക്ഷേ തേനുണ്ടാക്കിയ തേനീച്ചകൾ എന്തായാലും കാനായിൽ നിന്നുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊക്കെ പോകട്ടെ, വേദഗ്രന്ഥത്തിൽ നിന്ന് നമുക്കായി വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹ വരുമെന്ന് നീ വിശ്വസിക്കുന്നോ? എനിക്കുറപ്പുണ്ട് നമ്മൾ ഒരു ദിവസം മിശിഹായെ കാണുമെന്ന്. അവൻ ഇവിടെ നിന്ന് വരുമെന്നാണ് നീ കരുതുന്നത്? എന്തായാലും അത് ഇസ്രായേലിൽ നിന്നായിരിക്കും. അവിടെ ഏത് പട്ടണത്തിൽ നിന്ന്? കാനായിൽ നിന്ന്. പക്ഷേ അദ്ദേഹം നസ്രത്തിൽ നിന്നാണെങ്കിലോ? നമുക്ക് കാത്തിരുന്ന് കാണാം ഫിലിപ്പ്. നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോന്ന് നമുക്ക് നോക്കാം. അങ്ങനെയെങ്കിൽ അത് ഈ തേനിനേക്കാൾ മധുരമുള്ളതായിരിക്കും. ഹേ കൂട്ടുകാരാ, നീ എവിടെയായിരുന്നു? എനിക്ക് നിന്നോടൊരു നല്ല വാർത്ത പറയാനുണ്ട്. പറയൂ ഫിലിപ്പ്, ആ നല്ല വാർത്ത എന്നോട് പറയൂ. ഞാൻ അവനെ കണ്ടു. വളരെ കാലമായി നമ്മൾ അന്വേഷിക്കുന്നയാളെ. ഓ, മിശിഹായാണോ? അതെ, പ്രവാചകന്മാരാൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അദ്ദേഹം നസ്രത്തിൽ നിന്നുള്ള ജോസഫിന്റെ മകൻ ഈശോയാണ്. നസ്രത്ത്? ഓ, അവിടെ നിന്ന് എന്തെങ്കിലും നല്ലതായി കിട്ടുമോ? വരൂ നഥാനിയേൽ, നീ ആ തേനിന്റെ കാര്യം മറന്നു. നമുക്ക് പോയി നോക്കാം. ശരി, ഞാൻ വന്ന് നോക്കാം. ആ തേൻ നല്ലതാണെന്നെങ്കിലും നമുക്ക് പോയി നോക്കാം. അങ്കിൾ ഫ്രാൻസിസ്, ബെർത്തലോമിയോ അഥവാ നഥാനിയേൽ വളരെ മുൻവിധിയുള്ള ഒരാളായിരുന്നു. അത് ശരിയാണ്, പക്ഷേ അദ്ദേഹം നമ്മെപ്പോലെയല്ല. പണ്ട് മുതലേ ഉള്ള കുറെ ചിന്താഗതികളെക്കാൾ സ്ഥാനം സ്വന്തം മനസാക്ഷിക്ക് കൊടുത്തു. താൻ കാത്തിരുന്ന മിശിഹായെക്കുറിച്ചുള്ള അറിവ് വേദഗ്രന്ഥ ക്ലാസുകളിൽ നിന്നും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മിശിഹായെ കാണാൻ പോകാൻ. ശരിയാണ്, അദ്ദേഹത്തിന് വേണമെങ്കിൽ മിശിഹായെ കാണാൻ പോകാമായിരുന്നു. പക്ഷേ തന്റെ മുൻവിധികളൊക്കെ മാറ്റാനുള്ള മനസാന്നിധ്യം ഉണ്ടായിരുന്നില്ല. അതേ ജുവാൻ, അദ്ദേഹത്തിന്റെ ആ പ്രവൃത്തി നമുക്കൊക്കെയുള്ള ഒരു പാഠമാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ, ഈശോ എന്താണ് നഥാനിയേലിനോട് സംസാരിച്ചതെന്ന്, അദ്ദേഹത്തിനുണ്ടായിരുന്ന മുൻവിധികളെക്കുറിച്ച്. ഇതാ നിഷ്കളങ്കനായ ഒരു ഇസ്രായേൽക്കാരൻ, ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. പക്ഷേ അങ്ങേക്ക് എന്നെ എങ്ങനെ അറിയാം? ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുൻപ് അത്തിമരത്തിന്റെ ചുവട്ടിൽ ഞാൻ കണ്ടു. റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിന്റെ രാജാവാണ്. അത്തിമരത്തിന്റെ ചുവട്ടിൽ നിന്നെ ഞാൻ കണ്ടു എന്നു പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ?
എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. ഈശോയും ബെർത്തലോമിയോയും തമ്മിലുള്ള ഈ സംഭാഷണം നമുക്ക് വേഗം മനസ്സിലാകുന്നതാണ്. പക്ഷേ ബെർത്തലോമിയോയ്ക്ക് മാത്രം മനസ്സിലാകുന്ന കുറെ കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു. ബെർത്തുലോമിയോയെ യഥാർത്ഥ ഇസ്രായേൽക്കാരൻ എന്നീശോ വിളിക്കാൻ കാരണമെന്താണ്? വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു: ബാഹ്യമായി യഹൂദനായിരിക്കുന്നവനല്ല യഥാർത്ഥ യഹൂദൻ, ആന്തരികമായി യഹൂദനായിരിക്കുന്നവനാണ് യഥാർത്ഥ യഹൂദൻ. ബെർത്തലോമിയുടെ ഹൃദയത്തിൽ ഒരു യഥാർത്ഥ വിശ്വാസിയുണ്ടെന്ന് യേശു മനസ്സിലാക്കി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പറയുന്നു, എൻ്റെ വാക്കുകൾ ശ്രവിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവനാണ് എൻ്റെ യഥാർത്ഥ ശിഷ്യന്മാർ. അപ്പോൾ അതുകൊണ്ടാണ് ബെർത്തലോമിയെ ഒരു യഥാർത്ഥ ശിഷ്യനെന്ന് വിളിച്ചത്. ബെർത്തലോമിയോ മതപണ്ഡിതന്മാരിൽ നിന്നും മിശിഹായെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ അറിഞ്ഞിരുന്നു. എന്നാൽ മിശിഹ വരുന്നത് നസ്രത്തിൽ നിന്നാണെന്നുള്ള കാര്യം അവർ പറയാതിരുന്നതുകൊണ്ട് അദ്ദേഹം ആദ്യമൊന്ന് സംശയിച്ചു. പക്ഷേ വളരെ പെട്ടെന്ന് അദ്ദേഹം മിശിഹായെ തിരിച്ചറിഞ്ഞു. അതെങ്ങനെ സാധിച്ചു? അത്തിമരത്തിന്റെ ചുവട്ടിൽ നിന്നെ ഞാൻ കണ്ടു എന്ന ഈശോയുടെ വാക്കുകൾ ബെർത്തലോമിയെ ആഴത്തിൽ സ്പർശിച്ചു. അവന് മനസ്സിലായി ഈശോ പറഞ്ഞത് അവൻ്റെ ശാരീരിക അവസ്ഥയെക്കുറിച്ചല്ല, മറിച്ച് തൻ്റെ ആത്മീയ അവസ്ഥയെക്കുറിച്ചാണ് എന്ന്. ദൈവത്തിന് മാത്രം സാധ്യമായ ഉൾക്കാഴ്ച ഈശോയ്ക്കുണ്ടെന്ന് അവന് വേഗം മനസ്സിലായി. അതുകൊണ്ടാണല്ലേ ഈശോ ചെയ്ത അത്ഭുതങ്ങൾ ബെർത്തുലോമിയയ്ക്ക് കാണാൻ സാധിച്ചത്? തീർച്ചയായും ഈശോയുടെ ശിഷ്യനായിരിക്കെ ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങളെല്ലാം ബെർത്തലോമിയയ്ക്ക് കാണുവാനും കേൾക്കുവാനും സാധിച്ചു. 5 അപ്പവും 2 മീനും കൊണ്ട് 5000-ലധികം പേർക്ക് ഭക്ഷണം കൊടുത്ത് തൃപ്തരാക്കിയത്. ഈശോ കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയത്. ഈശോ രോഗികളെ സുഖപ്പെടുത്തിയത്. ഈശോ വിധവയുടെ മകനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചത്. ഈശോ നമുക്ക് വേണ്ടി പീഡ അനുഭവിച്ച് കുരിശിൽ മരിച്ചത്. ഉയർത്തെഴുന്നേറ്റ ഈശോ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ അവരുടെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. ബെർത്തലോമിയോ ഇതിനെല്ലാം സാക്ഷിയായി. ആദ്യം മുതലേ ബെർത്തലോമിയോ ഈശോ മിശിഹായാണെന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്നു. ഈശോ ഓരോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് കാണുമ്പോഴും അവന്റെ വചനങ്ങൾ ശ്രവിക്കുമ്പോഴും ബെർത്തലോമിയോയുടെ വിശ്വാസം വർദ്ധിക്കുകയും ആഴപ്പെടുകയും ചെയ്തു. അദ്ദേഹം മതപണ്ഡിതന്മാരിൽ നിന്നും മിശിഹായെക്കുറിച്ച് അറിഞ്ഞിരുന്ന കാര്യങ്ങൾ ഉറപ്പിക്കുന്നതായിരുന്നു ഈ പ്രവൃത്തികളെല്ലാം. ദൈവത്തിന് സ്തുതി. ദൈവം നമ്മോടുകൂടെ ഉണ്ടാകട്ടെ. നാം നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളാണിവയൊക്കെ. എങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും ദൈവവചനം വായിക്കുകയും അത് മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിന് മുൻപ് അന്നത്തെ വചനങ്ങൾ വായിച്ചിരുന്നാൽ കുർബാനയുടെ സമയത്ത് ദൈവം നമ്മോട് പറയുന്ന വചനം എന്താണെന്ന് നമുക്ക് വേഗം ഗ്രഹിക്കാൻ സാധിക്കും. ഞങ്ങളതിന് ശ്രമിക്കാം അങ്കിൾ ഫ്രാൻസിസ്. താങ്ക് യു. വിശുദ്ധന്റെ കഥ മനോഹരമായി പറഞ്ഞു തന്നതിന് നന്ദി അങ്കിൾ. അങ്കിൾ ഫ്രാൻസിസ്, ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം വിശുദ്ധ ബെർത്തുലോമിയോയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ? ദൈവത്തിന് സ്തുതി. നല്ല ചോദ്യമാണ് ജിം. ബെർത്തലോമിയോയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചും പല കഥകളും പ്രചാരത്തിലുണ്ട്. എന്തൊക്കെയായാലും ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹം മരിക്കും വരെ സുവിശേഷം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം ഈശോയ്ക്ക് വേണ്ടിയാണോ രക്തസാക്ഷിയായത്? അതെ. പെന്തക്കുസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവ് ആവസിച്ചതിന് ശേഷം ബെർത്തലോമിയോ ഫിലിപ്പോസും മറിയവുമായി തുർക്കിയിൽ ദൈവവചനം പ്രസംഗിച്ചിരുന്നു. അവിടെയുള്ള ജനങ്ങൾ പാമ്പിനെ ദൈവമായി ആരാധിച്ചിരുന്നു. അവരെ പ്രാർത്ഥനയിലൂടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. 40 വർഷക്കാലം അന്ധനായി ജീവിച്ചിരുന്ന ഒരു മനുഷ്യന് ബെർത്തലോമിയോ കാഴ്ച നൽകി. പക്ഷേ അസൂയാലുക്കളായ കുറച്ച് പുറംജാതിക്കാരായ പുരോഹിതർ അവരെ പിടിച്ചുകെട്ടി കുരിശിൽ തലകീഴായി കെട്ടിത്തൂക്കി പ്രഹരിക്കുകയും ചെയ്തു. ആ സമയം ഒരു വലിയ ഭൂകമ്പം ഉണ്ടാവുകയും അതിനിടയിൽ കുറച്ച് നല്ല ആൾക്കാർ അവരെ കുരിശിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ അപ്പോഴേക്കും ഫിലിപ്പോസ് മരിച്ചിരുന്നു. പിന്നീട് ബെർത്തലോമിയോ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും വന്നതായി പറയപ്പെടുന്നു. അതിനുശേഷം ഇന്ന് അർമേനിയ, തുർക്കി എന്നറിയപ്പെടുന്ന സ്ഥലങ്ങളിൽ പോയി. അർമേനിയയിലെ ആൽബനോപോളിസ് എന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹം
രക്തസാക്ഷിത്വം വരിച്ചു എന്ന് പറയപ്പെടുന്നു. കുറെ ആളുകൾ പറയുന്നത് അദ്ദേഹത്തെ ശിരച്ഛേദം ചെയ്തു കൊന്നു എന്നാണ്. എന്നാൽ കൂടുതൽ ആളുകൾ പറയുന്ന ചരിത്രം അദ്ദേഹത്തെ ജീവനോടെ തൊലിയുരിച്ച് തലകീഴായി കുരിശിൽ തറച്ച് കൊന്നതായാണ്. ഇതിനു മുമ്പേ തന്നെ അർമേനിയയിലെ രാജാവിനെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം അവസാന ശ്വാസത്തിനു മുമ്പ് തന്നെ തന്റെ ഘാതകരോട് ക്ഷമിച്ചിരുന്നു. ഓ, എന്ത് ഭയാനകമായ മരണം. അതെ, എല്ലാ ശിഷ്യന്മാരെയും അപേക്ഷിച്ച് ബെർത്തലോമിയോയ്ക്ക് കൂടുതൽ സമയം ഈശോയുടെ കൂടെ ചെലവഴിക്കാൻ പ്രത്യേക അനുഗ്രഹം ലഭിച്ചിരുന്നു. അതെന്തുകൊണ്ടെന്നാൽ ആദ്യം മുതലേ തന്നെ ബെർത്തലോമിയോ യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു. യേശുവിന്റെ അനുയായിയായി രക്തസാക്ഷിത്വം വരിക്കുന്നത് ഒരു അംഗീകാരമായി അദ്ദേഹം കണ്ടിരുന്നു. നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായാൽ ഈശോ നിങ്ങളെ ഉപയോഗിച്ച് ഈ ലോകം തന്നെ മാറ്റിയെടുക്കും. ദൈവത്തിന് സ്തുതി.